ആശാനാഥ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെ മേയറാകാൻ പോകുന്ന നിയുക്ത മേയർ തൊട്ട് വലതുവശത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് BJPയുടെ തിരുവനന്തപുരത്തെ ഒരു ഫേസാണ് ആശാനാഥ് എന്ന് എനിക്കറിയാം. രാജേഷ് എന്തോ പറയാൻ വന്നു, പറഞ്ഞോളൂ രാജേഷ്. എസ് കെ ഇനി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്ക് സമയം അനുവദിക്കുമെങ്കിൽ ഒന്ന് കോർപ്പറേഷൻ ഓഫീസ് സന്ദർശിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും 100 ടൈംസ്. മാത്രമല്ല ഞാൻ ആ കോർപ്പറേഷൻ്റെ അതിർത്തി വീട് കൊണ്ട് വെള്ളക്കരം അടക്കണം, പല പല പരിപാടികളും അതുപോലെ മറ്റുള്ള കരം ഒടുക്കാനും ഒക്കെ ഞാൻ അവിടെ വരും. ഞാൻ തീർച്ചയായിട്ടും മേയറേയും ഡെപ്യൂട്ടി മേയറേയും കാണും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന GS ആശാനാഥ് തത്സമയം ചേരുന്നു. നമസ്കാരം രാജേഷ്. ആശാനാഥ്, ഈ ഒരു അവസരം താങ്കൾക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു അവസരം എങ്ങനെയാണ് താങ്കൾ വിനിയോഗപ്പെടുന്നത്? അതുപോലെ ഈ അവസരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള സന്തോഷം എന്താണ്? ഉള്ളിൽ നുരയുന്നത് എന്താണ് ഇപ്പോൾ? എല്ലാവർക്കും നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ ഒരു യോഗമായിരുന്നു ഇന്നലെ ഉദ്ദേശിച്ചിരുന്നത്. ആ യോഗത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനൊരു പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ വളരെ അഭിമാനവും സന്തോഷവും എന്താ പറയേണ്ട, അങ്ങനെ ഒരു നിമിഷത്തിലായിരുന്നു ആ സമയം. തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാലും വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. നേരത്തെ രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് 101 വാർഡിലെ ജനപ്രതിനിധികളെയും ഒരുപോലെ കണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തന്നെ ശ്രമിക്കും. അവർക്ക് എല്ലാവർക്കും വേണ്ട വികസനം ഒരുപോലെ തന്നെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി തന്നെ ശ്രമിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.